എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യമേ വന്നിരിക്കുന്നത്. King of Pentacles, Seven of Cups, Star card വന്നിട്ടുണ്ട്. Page of Swords വന്നിട്ടുണ്ട്. Knight of Wands വന്നിട്ടുണ്ട്. എംപറർ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ് നോക്കാം. ഫൈവ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് ആദ്യമേ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായ ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ തേടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച പണം ലഭിക്കാത്തത് കൊണ്ട് അതുമൂലമുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു പ്രൊഫഷണൽസിൻ്റെ അഡ്വൈസ് എടുക്കുന്നുണ്ടാവാം ഇന്നത്തെ ദിവസം. എങ്ങനെ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു, വളരെ പ്രോഫിറ്റബിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ആരെങ്കിലും ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ ഒരു ഉപദേശം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു പുതിയ ചികിത്സ തേടാൻ പറ്റുകയും അല്ലെങ്കിൽ പുതിയ ഡോക്ടറിനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ചികിത്സാ രീതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു വിദഗ്ധ ഉപദേശം, അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഉപദേശം തേടി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കാർഡായിട്ടാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ അറിവും നിങ്ങളുടെ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. പണമിടപാടുകളിൽ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയം നിങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് വളരെ സൂക്ഷ്മമായും വ്യക്തമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൂലം നിങ്ങൾ ഇതിനൊരു വിജയം കണ്ടെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം നിങ്ങൾക്ക് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് മണി ഓറിയൻറ്റഡ് ആയിട്ട് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ സക്സസ് ഉണ്ടാകുന്നതായിട്ടാണ്, സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾക്കിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ കുഴഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്.
പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കാണുന്നത്. നിങ്ങളുടെ ഓപ്ഷൻസും തീരുമാനങ്ങളും കൂടുതൽ തീരുമാനങ്ങളിലേക്ക് എത്താൻ, ഓപ്ഷൻസിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതിരിക്കുന്നുണ്ട്. തെറ്റായ വാഗ്ദാനങ്ങളിൽ പെട്ടിട്ട് ചെന്ന് ചാടരുതെന്ന്. ആരെങ്കിലും തരുന്നൊരു വാഗ്ദാനം അത് കറക്റ്റ് ആണോ എന്നറിയാതെ നിങ്ങൾ അതിനകത്ത് ചെന്ന് പെടരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ആത്മപരിശോധന ആവശ്യമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മളൊന്ന് വിശദമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുക. കാരണം ഒരുപാട് ചോയ്സസ് വരുമ്പോൾ അതിനകത്തുനിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ അത് നന്നായി ക്ലാരിറ്റി എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങൾ നന്നായി ആലോചിച്ച് പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. എപ്പോഴും വാഗ്ദാനങ്ങൾ ഒരുപാട് വരും, പക്ഷെ അതിനകത്ത് ചെന്ന് ചാടരുത്. നിങ്ങൾ ഒരു പടി പിന്നിലേക്ക് മാറിയിട്ട് അതിനെക്കുറിച്ച്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ചിന്തിച്ച് അവലോകനം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഗൈഡൻസ്. പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളിന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പല ഓപ്ഷൻസും തിരഞ്ഞെടുക്കാൻ വരുമ്പോഴത്തെ അതിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ഒരു പുതിയ ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാനുള്ള ഒരു ചാൻസുമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതോ, എന്തെങ്കിലും ബിസിനസ് പ്രോജക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതോ ആയിട്ടുള്ളൊരു വാർത്തയാകാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടുന്നതിൻ്റെ ഒരു എനർജി ആവാം. എന്തായാലും ഒരു പുതിയ വാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ വാർത്ത പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ ഉയർന്ന ഒരു ഊർജത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തികൾ എത്രയും വേഗം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ കൂടിയായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. ചില ആളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി പർച്ചേസോ സെയിലോ ഒക്കെ നടത്തുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്വിക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അതിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം. പ്രത്യേകിച്ച് ഇത് ഒരു ഭൂമി സംബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് സംബന്ധമായ ഒരു കൈമാറ്റത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വളരെ വേഗത്തിലുള്ള തീരുമാനങ്ങളും അതിൻ്റെ ഒരു കംപ്ലീഷനും ഒക്കെ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഒരു പുതിയ പ്രതീക്ഷയുടെ കാർഡാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു പുതിയ പ്രതീക്ഷ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നെന്നാണ് പറയുന്നത്. ചിലപ്പോൾ തൊഴിലിൻ്റെ എന്തെങ്കിലും ഒരു ഉണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു വാഗ്ദാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്കിത് സ്നേഹബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്ന് ഇടപെടുന്ന ആളുകളുടെ അടുത്ത് വളരെ ഊഷ്മളമായിട്ട് നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇതൊരു വിജയത്തിൻ്റെയും കൂടി കാർഡാണ്. നിങ്ങൾ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു സ്റ്റാറായിട്ട് തിളങ്ങാനായിട്ട് പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അവിടെ നിങ്ങൾക്കൊരു
ഒരു ലൈം ലൈറ്റിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ഭാഗ്യം യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ കരിയറിൽ ആവാം, ചിലപ്പോൾ പേഴ്സണൽ ലൈഫിലാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം. എന്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് ഇന്ന് മാറാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഘടനാപരമായി ഒരു സ്ട്രക്ചറൈസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു രൂപരേഖ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് വളരെ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വിജയത്തിലെത്തിക്കാൻ പറ്റും. നമ്മൾ കുറേ വെല്ലുവിളികളെ ചിലപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് നമ്മളൊരു ഘടനാപരമായി ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് കൂടി എളുപ്പം കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു കുറച്ച് വളഞ്ഞ വഴി കൂടി പോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാളും ഒരു നേർരേഖയിൽ കൂടി നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സ്ട്രക്ചറലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ഇതാണ്. എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.